Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ Panasonic AC-യുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. നമ്മളിപ്പോൾ ഈ സാധനം വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ AC നോക്കുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ മഴക്കാലമാണെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും മഴ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി വാങ്ങിച്ചിരിക്കുന്നത് 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാർ ഒരു ഹോട്ട് ആൻഡ് കൂൾ മോഡലാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിൻ്റെ റിമോട്ടൊക്കെ കാണിച്ചാൽ ഇത് ആക്ച്വലി സ്മാർട്ട് AC ആണ്. നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 2 ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എനർജി കൺസപ്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ഇൻസ്റ്റാളേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചേക്കുന്നത്. ഇതാണ് റിമോട്ട് വരുന്നുണ്ടോ. ഇത് ആക്ച്വലി പാനസോണിക്കിൻ്റെ ഒരു ബേസിക് മോഡലല്ല കേട്ടോ. ബേസിക് മോഡലാകുമ്പോൾ ഇതിനോട് ചെറിയൊരു റിമോട്ടാണ് കിട്ടുക. അത് പക്ഷേ കുറച്ച് ബോർ സാധനമാണ്. പക്ഷേ എല്ലാം സ്മാർട്ട് വേരിയൻ്റാണ്. അപ്പോൾ നമുക്ക് ആപ്പ് സപ്പോർട്ട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി റിമോട്ട് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ഞാനിപ്പോൾ മിക്കെല്ലാം നമ്മുടെ അലക്സ ത്രൂ ആണ്. എന്ന് വെച്ചാൽ സ്മാർട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും അതിൽ സ്മാർട്ട് നമ്മുടെ ആമസോൺ ഇക്കോ ഷോ 8 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇത് ത്രൂ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. അപ്പോൾ ഈ സാധനത്തിന് എനിക്ക് പ്രൈസ് വന്നേക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സാധനം. ആ സ്റ്റിക്കർ വർക്ക് നിങ്ങൾ നോക്കണ്ട, ഞാൻ എക്സ്ട്രാ സംഭവം ചെയ്താട്ടാ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 42 ആ റേഞ്ചിലൊക്കെ നമുക്ക് വന്നു. ഹോട്ട് ആൻഡ് കൂൾ വരും. നമുക്കിതിൽ ഹീറ്ററും ഉണ്ട്. നമ്മുടെ കാറിലൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഇതിന് റേറ്റ് കൊടുത്തത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് നമുക്ക് ഒരു 30-36 റേഞ്ചിലൊക്കെ കിട്ടും. നോർമൽ വേരിയൻറ്റ് അത് ആമസോണിലൊക്കെ വിലയാണ്. ഈ സാധനം ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കാന്നുണ്ട് ആമസോണിൽ. ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഇൻസ്റ്റാളേഷൻ വന്നിട്ട് ആക്ച്വലി ഇത് കാലത്ത് വന്നു. നമുക്കൊരു കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ഇൻസ്റ്റാളേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എല്ലാം എൻ്റെ ഓൾറെഡി പഴയ AC ഉണ്ടായിരുന്നു, അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സാധനം നമുക്ക് കുറച്ചുകൂടി താഴ്ത്തിക്കാക്കി വെച്ചു. മറ്റു സാധനം മുകളിലായിരുന്നു, കുറച്ചുകൂടി മുകളിലായിരുന്നു. അത് നമ്മൾക്ക് അവിടെ റീപെയിൻറ്റും അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് അത് മാറ്റി എന്നിട്ട് നമ്മൾ കുറച്ച് താഴെയാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ എനിക്കതിൻ്റെ ഈ എന്താ പറയുക, നമ്മൾ പഴയ AC-യുടെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മളത് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ടിക്ക് മുകളിലേക്ക് ടെറസിലേക്കാണ് പോകേണ്ടിരുന്നത്. അപ്പോൾ അവിടെ എലി കയറിയിട്ട് ആകെ ഇത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് താഴെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഔട്ട്ഡോർ യൂണിറ്റ് എവിടെ വേണമെങ്കിൽ വെക്കാം. ചില ഇൻസ്റ്റാളേഷൻ ടീമുകാർ പറയും ആ ഇൻഡോർ യൂണിറ്റിൻ്റെ മുകളിലേക്ക് വെക്കണം, നല്ല തണുപ്പ് വരുള്ളൂ എന്നൊക്കെ. അതൊക്കെ ഉടായ്പണമാർ വിവരില്ലാണ്ട് പറയുന്നതാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കണ്ട. ഈ ഔട്ട്ഡോർ യൂണിറ്റ് എവിടേക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിൽ വെക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധനം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അലക്സ ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അലക്സ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പറയാണ്, അലക്സ ടേൺ ഓഫ് പാനസോണിക് AC. ഓഫായി കണ്ടു. അവിടെ നിങ്ങൾക്കൊരു എംബളം കാണുന്നുണ്ടായിരിക്കും. അത് ആക്ച്വലി വൈഫൈൻ്റെ എംബളാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധനം ഓഫായി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഷെയർ ത്രോ പുറത്തേക്ക് വരും. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ വാട്ടർ കണ്ടൻ്റൊക്കെ കളയണവർ. അത് കഴിഞ്ഞിട്ടാണ് ഫുള്ളി ഓഫ് ആവുക. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കിതുകൊണ്ട് ഈ അലക്സ കൊണ്ട് നമുക്ക് എന്ത് വർക്ക് വേണേൽ ഇതുകൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാനിപ്പോൾ എൻ്റെ റൂമിലേക്കെല്ലാം ഒരു സ്മാർട്ട് ഹോം പോലെ ആക്കിക്കുക. റൂം ഫുള്ള്, വീടല്ല റൂം. നമ്മളതിൻ്റെ വീഡിയോ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടുണ്ടായിരുന്നു. അത് കാണാൻ പോയി കണ്ടുനോക്കുക. നമ്മൾ എങ്ങനെ ചെയ്തത്, എന്തൊക്കെ സാധനം വെച്ചിട്ടാണ് ചെയ്തതെന്നൊക്കെ അതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം തന്നെയാണ്. നമ്മളിതിൽ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ആപ്പ് കാണിച്ചാൽ നമുക്ക് ഇതിൻ്റെ കൺസപ്ഷനൊക്കെ അറിയാം. എനിക്ക് എനർജി കൺസപ്ഷൻ ഭയങ്കര കുറവായിട്ട് എടുക്കുന്നതായിട്ട് തോന്നിയിട്ടാണ്. എന്താ വെച്ചാൽ ഇത്ര 2-3 ആഴ്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നാൻ ഓൾമോസ്റ്റ് ഒരു 8 യൂണിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഡെയിലി യൂസ് ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റിംഗ്സും നമ്മളൊക്കെ ഉള്ളപ്പോൾ ഞാൻ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 1 അവർ മിനിമം ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 അവർ എങ്കിലും ഇടാറുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്ര റേറ്റ് കുറഞ്ഞാണ് യൂണിറ്റ് വന്നേക്കുന്നത് പറയുമ്പോൾ എനിക്കത് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പത്തെ ഞാൻ ഉപയോഗിക്കുന്നത് ഫോബ്സിൻ്റെ 1.5 3 സ്റ്റാർ തന്നെയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കുറവ് തന്നെയാണ്. അപ്പോൾ കൺസപ്ഷൻ നല്ല കുറവ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആപ്പ് വരുന്നത് കണ്ടോ. ഇതിപ്പോൾ കണ്ടിട്ടില്ല, ഞാൻ ഓഫ് ചെയ്തില്ലേ. പക്ഷേ അതിൻ്റെ മുകളിൽ ഓൺലൈനിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടോ, ആ മുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. എൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ ഒന്ന് കുറയ്ക്കാം. എന്താ മുകളിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ഡോട്ട് ഈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആവുക സോണിയെ ഇടയ്ക്ക് ഇതിൻ്റെ ഫോക്കസ് പോകും. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് ആപ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കൺസപ്ഷൻ നോക്കാൻ പറ്റും. എനർജി കൺസപ്ഷൻ മുകളിൽ ഓപ്ഷൻ വരുന്നുണ്ട് കണ്ടോ. ഇത്രയും ഇപ്പോൾ നമുക്ക് ഈ വീക്കിലി ഞാൻ ഇത് പിന്നെ നോക്കിയിരുന്നില്ല. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു മാസം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച പ്ലസ് ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 18-20 ദിവസം ആയിട്ടായിരിക്കും നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട്. ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ 24.5 ആണ് യൂണിറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് 8 രൂപയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ കൺസപ്ഷൻ അനുസരിച്ച് നമ്മുടെ യൂണിറ്റ് റേറ്റ് കുറയും. അത് പറയാം മാക്സിമം പറഞ്ഞിട്ടാണ്.
അപ്പോൾ ഇതാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല കൺസപ്ഷൻ കുറവുണ്ടെന്ന് തന്നെ പറയാം. 5 സ്റ്റാർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ലോങ് ടേം ഒക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും AC നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും പാനസോണിക്കിൻ്റെ AC. കസ്റ്റമർ കെയറും കിടിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. ഇൻസ്റ്റാളേഷനൊക്കെ എന്ത് പെട്ടെന്ന് വന്നതെന്നറിയോ. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് പോയി അവർ. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് പറയാമല്ലോ, നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഒരു വീട്ടിൽ ആക്ച്വലി വേറെ പാനസോണിക് നോർമൽ പാനസോണിക് AC ഉണ്ട്. നമ്മൾ മുമ്പ് വീഡിയോയുടെ ഒപ്പം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ AC വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ ചാനൽസ് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിത് പുതിയ ചാനലാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എനിക്ക് ഹോട്ട് ആൻഡ് കൂൾ മോഡൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കിയിട്ട് എന്തായാലും കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ വേരിയൻറ്റും കൊടുക്കാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത കാണാം.